എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. സ്കീം ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് ഇവിടെ നോക്കുന്നത്. ഇതാണ് വെബ്സൈറ്റ്. സൈറ്റ് അഡ്രസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. സൈറ്റിൽ പ്രവേശിച്ച ശേഷം ഇവിടെ നമുക്ക് സ്കീം 2026 കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. തുടർന്ന് വരുന്ന പേജിൽ ആപ്ലിക്കേഷൻ നമ്പർ മറന്നു പോയിട്ടുള്ളവർക്ക് അവിടെ നമുക്ക് ഫോർഗോട്ട് ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്ത് ആ ലിങ്കിൽ പ്രസ് ചെയ്ത് ആപ്ലിക്കേഷൻ നമ്പർ റിട്രീവ് ചെയ്തെടുക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ പാസ്വേഡ് മറന്നു പോയിട്ടുള്ളവർക്ക് ഫോർഗോട്ട് പാസ്വേഡ് കൊടുത്ത് ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ ഐ ഡിയോ മൊബൈൽ നമ്പറോ രണ്ടിലൊന്ന് കൊടുത്ത് SMS ഇമെയിലോ കൊടുത്ത് നമുക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യുവാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഓപ്ഷൻ രജിസ്ട്രേഷനായിട്ട് ലോഗിൻ ചെയ്യുകയാണ്. ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ക്യാപ്ച കോഡും കൊടുത്ത് ലോഗിൻ ചെയ്യുകയാണ്. തുടർന്ന് ലോഗിൻ പേജിൽ എത്തിക്കഴിഞ്ഞാൽ ഇടത് സൈഡിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഗെറ്റ് OTP എന്നുള്ളൊരു ലിങ്ക് കാണാം. ആ ഗെറ്റ് OTPയിൽ പ്രസ് ചെയ്തതിന് ശേഷം ഒന്നുകിൽ രജിസ്ട്രേഷൻ സമയത്ത് ഉപയോഗിച്ച ഇമെയിലിന് നേർക്കുള്ള റൗണ്ട് എനേബിൾ ചെയ്തോ അതല്ലെങ്കിൽ SMS-ന് നേർക്കുള്ള റൗണ്ട് എനേബിൾ ചെയ്തോ സബ്മിറ്റ് കൊടുക്കണം. ഇവിടെ രജിസ്ട്രേഷൻ സമയത്തുള്ള ഇമെയിലിന് നേർക്ക് റൗണ്ട് എനേബിൾ ചെയ്താൽ അപ്പോൾ കൊടുത്ത ഇമെയിൽ അവിടെ ഓട്ടോമാറ്റിക് ഫെച്ചായി വരും. അതല്ല SMS ആണ് എനേബിൾ ചെയ്യുന്നതെങ്കിൽ മൊബൈൽ നമ്പർ ഫെച്ചായി വരും. ഞാനിവിടെ SMS-ന് നേർക്കുള്ള റൗണ്ട് എനേബിൾ ചെയ്ത് അവിടേക്ക് മൊബൈൽ നമ്പർ വന്നിട്ടുണ്ട്. സബ്മിറ്റ് കൊടുക്കുകയാണ്. ഇവിടെ ചില സമയത്ത് OTP വരാൻ താമസം നേരിടുന്നുണ്ട്. ഇവിടെ സന്ദേശ് ആപ്പ് രജിസ്റ്റർ ചെയ്ത മൊബൈൽ ഉപയോഗിച്ച് ഇൻസ്റ്റാൾ ചെയ്തൊക്കെ ശ്രമിക്കാവുന്നതാണ്. അതിനുശേഷം OTP ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് പേയ്മെൻ്റ് എന്നുള്ള ലിങ്ക് എനേബിളായി വരും. പേയ്മെൻറ്റിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് അടയ്ക്കേണ്ടുന്ന ഫീ എത്രയാണെന്ന് ഏറ്റവും മുകളിൽ കാണിച്ചിട്ടുണ്ട്. താഴേക്ക് മറ്റ് ചാർജസ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. താഴെ വന്ന് ഓൺലൈൻ പേയ്മെൻറ്റ് എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്യണം. ഇവിടെ 2000 രൂപയാണ്. OBC ജനറൽ കാറ്റഗറിക്കൊക്കെ 2000 മറ്റ് റിസർവേഷൻ വിഭാഗത്തിനൊക്കെ 500 രൂപയുമാണ്. ഈ രജിസ്ട്രേഷൻ ഫീ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ട്യൂഷൻ ഫീ ഇനത്തിൽ കുറവ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. താഴേക്ക് വന്ന് പ്രൊസീഡ് ടു പേ കൊടുത്ത് മുന്നോട്ട് പോകാം. അതിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. തുടർന്ന് നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഏതെങ്കിലും ഒരു പേയ്മെൻറ്റ് മെത്തേഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ഞാനിവിടെ 2000 രൂപയാണ് പേ ചെയ്യുന്നത്. നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്തുകയാണ് പ്രൊസീഡ് കൊടുത്ത്. പേയ്മെൻറ്റിന് ശേഷം അപ്ഡേറ്റിംഗ് സ്റ്റാറ്റസ് എന്നൊരു പോപ്പപ്പ് വിൻഡോ വരും. ഓക്കെ കൊടുക്കാവുന്നതാണ്. തുടർന്ന് നമ്മൾ പേയ്മെൻറ്റ് സക്സസ് ആയിട്ട് ഇങ്ങനൊരു പേജിലേക്ക് എത്തിച്ചേരും. ഇവിടെ നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് കാണാൻ സാധിക്കും. ആ ഒരു ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷനിലേക്ക് കടക്കാവുന്നതാണ്. പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പിന്നീട് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ കാണുവാൻ സാധിക്കും. അത് തുടർന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഈ വിദ്യാർത്ഥിക്ക് 937 ഓപ്ഷൻസ് കൊടുക്കുവാനായിട്ട് അനുവദിക്കുന്നുണ്ട്. ഇതിൽ എത്ര ഓപ്ഷൻസ് വേണമെങ്കിലും നമുക്ക് രജിസ്റ്റർ ചെയ്യാം. ഇവിടെ കോഴ്സ് അടിസ്ഥാനത്തിലും അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈപ്പ്, ഗവൺമെൻറ് കോളേജസ്, ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് കോളേജസ്, സെൽഫ് ഫിനാൻസിങ്, ഇങ്ങനെയൊക്കെ ഏതെങ്കിലും ഓപ്ഷൻ തിരഞ്ഞെടുത്ത് വേണമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ഇത് തിരഞ്ഞെടുക്കാം. കോളേജുകൾ കോഴ്സും തിരഞ്ഞെടുക്കാം. അതുപോലെ തന്നെ മുകളിലായിട്ട് സെർച്ച് ബാർ കൊടുത്തിട്ടുണ്ട്. അവിടെ കോഴ്സിൻ്റെ പേരോ കോളേജിൻ്റെ പേരോ ജില്ലയുടെ പേരോ ഒക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്തും നമുക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമുക്ക് ആവശ്യമുള്ള കോഴ്സിൻ്റെയും കോളേജിൻ്റെയും നേർക്കുള്ള സെലക്റ്റിൽ പ്രസ് ചെയ്തതിന് ശേഷം ഇവിടെ ഓപ്ഷൻ നമ്പർ അസൈൻഡ് എന്ന് കാണിക്കുകയും ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ വലത് സൈഡിൽ അത് റോ ചെയ്ത് വരികയും ചെയ്യും. മുൻഗണനാ ക്രമത്തിലാണ് വരുന്നത്. ആദ്യം കൊടുക്കുന്നത് ഫസ്റ്റ് ചോയ്സ് ആയിട്ട് വരും. തുടർന്ന് താഴോട്ട് 2, 3, 4 ക്രമത്തിൽ താഴേക്ക് വരികയും ചെയ്യും. ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ കുറച്ചധികം സമയമെടുക്കുന്നുണ്ടെങ്കിൽ സേവ് ചെയ്യുന്ന ആവശ്യകതയെക്കുറിച്ച് ഓർമ്മിപ്പിക്കും പോപ്പപ്പ് വിൻഡോയിൽ എസ് കൊടുക്കാവുന്നതാണ്. ഓക്കെ കൊടുത്ത് അങ്ങനെ സേവ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. കൊടുത്ത ഓപ്ഷൻ ആവശ്യമില്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ബട്ടണിൽ പ്രസ് ചെയ്ത ശേഷം ഇഷ്യൂ എന്ന് ചോദിക്കും. യെസ് കൊടുത്ത് നമുക്ക് ഓക്കെ കൊടുത്ത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. അതുപോലെ കൊടുത്ത ഓപ്ഷൻ റീ അറേഞ്ച് ചെയ്യാനും സാധിക്കും. ഇപ്പോൾ 25ാമത്തെ ഓപ്ഷൻ റീ അറേഞ്ച് ചെയ്ത് 31ലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അവിടെ നിന്നും 31 നമ്മൾ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തതിന് ശേഷം എന്ന് ചോദിക്കും. യെസ് കൊടുത്ത് അത് 31ലേക്ക് താഴേക്ക് കൊണ്ടുവരുവാനും സാധിക്കും. ഇതുപോലെ തന്നെ മുകളിലേക്കും ഒക്കെ നമുക്ക് ഇഷ്ടാനുസരണം റീ അറേഞ്ച് ചെയ്ത് കൊടുക്കുവാൻ സാധിക്കും. ഇപ്പോൾ കൊടുത്ത ഓപ്ഷൻസൊക്കെ റീഅറേഞ്ച് ചെയ്യുവാനും വീണ്ടും കൂടുതൽ ഓപ്ഷൻസ് കൊടുക്കുവാനുമൊക്കെ ലാസ്റ്റ് ഡേറ്റ് വരെയും നമുക്ക് അവസരമുണ്ടായിരിക്കും. ലോഗിൻ ചെയ്ത് വീണ്ടും ഇതുപോലെ ചെയ്താൽ മതി. ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും അവസാനം മുകളിൽ സേവ് കൊടുത്ത് പോകാൻ ശ്രമിക്കണം.
ഓരോ പ്രാവശ്യവും ലോഗിൻ ചെയ്ത് ചേഞ്ചസ് വരുത്തുകയോ കൂടുതൽ ആഡ് ചെയ്യുകയോ ഒക്കെ ചെയ്താൽ അവസാനം സേവ് കൊടുക്കാൻ മറക്കരുത്, നിർബന്ധമാണ്. ഏറ്റവും അവസാനം സേവ് ചെയ്തതായിരിക്കും ഡേറ്റാബേസിൽ സേവ് ആകുന്നത്. അങ്ങനെ ആവശ്യമുള്ള ഓപ്ഷൻസ് ഒക്കെ കൊടുത്തതിന് ശേഷം മുകളിലായിട്ട് സേവ് എന്ന് കാണാം, അവിടെ പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് ടോട്ടൽ നമ്പർ ഓഫ് സേവ് ചെയ്ത് എത്രയാണെന്ന് കാണിക്കും. വലത് സൈഡിൽ മുകളിലും അത് കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം പ്രിൻ്റ് ഓപ്ഷൻ ലിസ്റ്റിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് കൊടുത്തതിൻ്റെയൊക്കെ ഓപ്ഷൻസ് ഒരു ലിസ്റ്റ് ഇവിടെ ലഭിക്കും. ഈ ലിസ്റ്റ് നമ്മൾ സൂക്ഷിച്ചു വയ്ക്കണം. ഇത് നോക്കി നമുക്ക് വീണ്ടും അറേഞ്ച് ചെയ്യുവാനും കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുവാനും ഒക്കെ സാധിക്കുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് വരെയും നമുക്ക് കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. അങ്ങനെ വീണ്ടും നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ താഴെയായിട്ട് വ്യൂ പേയ്മെൻറ്റ് ഡീറ്റെയിൽസിൽ പ്രസ് ചെയ്താൽ നമ്മൾ രജിസ്ട്രേഷൻ ഫീ അടച്ചതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കവിടെ ലഭിക്കുന്നതാണ്. അതുപോലെ വീണ്ടും നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പ്രസ് ചെയ്ത് OTP ഒക്കെ കൊടുത്ത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും അവിടെ കാണുന്ന ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഓപ്ഷൻ രജിസ്ട്രേഷൻ കൊടുത്ത പേജിലേക്ക് എത്തിച്ചേരുകയും നമ്മൾ കൊടുത്ത വിവരങ്ങളൊക്കെ അതുപോലെ അവിടെ കാണിക്കുകയും ഇവിടെ നമുക്ക് വീണ്ടും ആഡ് ചെയ്യാനും റീഅറേഞ്ച് ചെയ്യുവാനും ഡിലീറ്റ് ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷൻസ് ലഭിക്കുന്നതുമാണ്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.